വാങ്കഡയുടെ നീലക്കുപ്പായത്തിൽ നിന്നും ബദ്ധവരികളായ ചെപ്പോക്കിൻ്റെ മഞ്ഞയിലേക്ക്. ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലും ട്രാൻസ്ഫർ വാർത്തകൾ ചൂടുപിടിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മൂല്യമുള്ള ഓൾറൗണ്ടറാണ് ക്രിക്കറ്റ് ട്രേഡ് വിൻഡോയിലെ ചൂടുള്ള ചർച്ച. 2023 ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ട്രേഡ് വിൻഡോയിലൂടെ എത്തിയ ഹാർദിക് പാണ്ഡ്യ മറ്റൊരു ട്രേഡ് വിൻഡോയിലൂടെ വാങ്കഡയെ വിടുകയാണോ? കുറച്ചുകാലമായി ഒന്നും ശരിയാകാത്ത മുംബൈ ഇന്ത്യൻസും പുതിയൊരു നായകനെയും സീം ബോളിംഗ് ഓൾറൗണ്ടറെയും തിരയുന്ന ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ നടക്കുന്നത് കേവലം ഒരു കളിക്കാരൻ്റെ മാറ്റമല്ല, കോടികൾ മറിയുന്ന വലിയൊരു പവർ ഗെയിമാണത്. മുംബൈ എന്തിനാണ് ഹാർദിക്കിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ചെന്നൈക്ക് ഹാർദിക് ഒരു ഗുഡ് ഡീലാണോ? ശിവൻ ദുബെയും ആയുഷ് മത്രയും ഡെവാൾഡ് ഡ്രവിസും അടക്കുന്ന ഈ ട്രേഡ് പാക്കേജ് ചെന്നൈക്ക് നഷ്ടക്കച്ചവടമല്ലേ? പരിശോധിക്കാം. രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ഹാർദിക് പാണ്ഡ്യ പരാജയമായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. റീ എൻട്രി മുതൽ മുംബൈയിൽ വില്ലന്റെ മുഖമുള്ള പാണ്ഡ്യക്ക് ഇതുവരെയും അത് മേക്കപ്പ് ചെയ്യാനായിട്ടില്ല. സ്വന്തം ക്യാപ്റ്റനെ വാങ്കഡയെ കൂവി വിളിക്കുന്ന ദാരുണ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തന്നിലുള്ള ഹേറ്റ് ഒരു പരിധിവരെ കുറക്കാൻ സാധിച്ചെങ്കിലും പാണ്ഡ്യയ്ക്ക് ഒരിക്കലും മുംബൈ ഇന്ത്യൻസിന്റെ വിശ്വാസം നേടാൻ സാധിച്ചിട്ടില്ല. പോയ സീസണിൽ 14 കളികളിൽ നിന്ന് ഹാർദിക് നേടിയത് വെറും 206 റൺസാണ്. ശരാശരി 22, സ്ട്രൈക്ക് റേറ്റ് 138. ഒറ്റ അർദ്ധശതകം പോലും ആ ബാറ്റിൽ നിന്നും വന്നില്ല. 5-ാം നമ്പറിലും 6-ാം നമ്പറിലും ഇറങ്ങിയ അവസാന ഓവറുകളിൽ തകർത്തടിക്കേണ്ട ഹാർദിക്കിനെ ഡെത്ത് ഓവറുകളിൽ നേടാനായത് 37 പന്തിൽ നിന്ന് 49 റൺസ് മാത്രം. ബാറ്റിങ്ങിനേക്കാൾ ദാരുണമായിരുന്നു ബോളിംഗ്. 22.4 ഓവറുകൾ പന്തെറിഞ്ഞ ഹാർദിക് എറിഞ്ഞിട്ടത് വെറും 4 വിക്കറ്റുകൾ. എക്കോണമി റേറ്റ് 11.43 ഉയർന്നപ്പോൾ ഡെത്ത് ഓവറുകളിൽ അത് 15.75 എന്ന ഭയാനകമായ നിരക്കിലെത്തി. മുംബൈ മാനേജ്മെന്റിന്റെ ടീം റിവ്യൂവിൽ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയും ടീമിലെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്ര ഫോമിലല്ലെങ്കിലും ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. 140 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയാനും 150 സ്ട്രൈക്ക് റേറ്റിൽ സിക്സറുകൾ പറത്താനുമാകുന്ന ഓൾറൗണ്ടർമാർ T20യിൽ ഒരു അക്ഷയഖനിയാണ്. അതൊരു ഇന്ത്യൻ താരം കൂടിയാകുമ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കൂടും. ഒരു വിദേശ താരത്തെ കളിപ്പിക്കാതെ തന്നെ ടീം ബാലൻസ് നൽകാൻ ഹാർദിക്കിനാകും. കൂടാതെ ചെന്നൈയുടെ ഭാവി ക്യാപ്റ്റനാകാൻ പോകുന്ന അനുഭവ സമ്പത്തും ഹാർദിക്കിനുണ്ട്. പക്ഷേ പാണ്ഡ്യയ്ക്ക് വേണ്ടി മുംബൈ ചോദിച്ചത് വലിയ വിലയാണ്. മുംബൈക്കാരനായ ശിവൻ ദുബെയെയും ചെന്നൈയുടെ ഫ്യൂച്ചറായ 19കാരൻ ആയുഷ് മത്രയെയും തന്നാൽ പാണ്ഡ്യയെ തരാമെന്നാണ് മുംബൈ നിലപാട്. എന്നാൽ മാത്രയെ വിട്ടു നൽകാൻ CSK തയ്യാറല്ല. അതിനു പകരം CSK ഒരു ബദൽ ഓഫർ മുന്നോട്ട് വെച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശിവൻ ദുബെ പ്ലസ് ഡെവാൾഡ് ബ്രേവിസ് പ്ലസ് 10 കോടി രൂപ ഇൻ ക്യാഷ്, അതായത് 20 കോടിയിലധികം മൂല്യമുള്ള ഒരു വമ്പൻ പാക്കേജാണ് ഹാർദിക്കിനായി CSK ടേബിളിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ പോയ സീസണിൽ ഹാർദിക്കിനേക്കാൾ എത്രയോ മടങ്ങ് മികച്ചതായിരുന്നു ശിവൻ ദുബെയുടെ ബാറ്റിംഗ്. ദുബെ 38 ശരാശരിയിൽ 270 റൺസ് എടുത്തു. സ്ട്രൈക്ക് റേറ്റ് 158. ഡെത്ത് ഓവറുകൾ ദുബെയുടെ സ്ട്രൈക്ക് റേറ്റ് 181 ആയിരുന്നു. അതായത് ഹാർദിക്കിനേക്കാൾ അപകടകാരിയായ ഫിനിഷർ ദുബെയാണ്. എന്നാൽ ഇതിനു പുറമെ 23കാരനായ ഡെവാൾഡ് ബ്രേവിസിനെയും 10 കോടിയും കൂടി കൊടുത്താൽ അത് മുംബൈ ഇന്ത്യൻസിനല്ലേ ലാഭമെന്നാണ് ചെന്നൈ ഫാൻസ് ചോദിക്കുന്നത്. പക്ഷേ CSK പണം കൊടുക്കുന്നത് ഹാർദിക്കിന്റെ നിലവിലെ ഫോമിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പേരിനും ഹൈപ്പിനുമാണെന്നർത്ഥം. മനസ്സിൽ ഒരു പോരാളിയുള്ള പാണ്ഡ്യ ചെപ്പോക്കിൽ ഉണർന്നെണീക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് IPLൽ മാത്രമല്ല ഇന്ത്യൻ ദേശീയ ടീമിലും ഹാർദിക് വലിയ വെല്ലുവിളി നേരിടുകയാണ്. പരിക്കുകളും മോശം ഫോമും കാരണം വല്ലപ്പോഴും മാത്രം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഹാർദിക്കിന് പകരക്കാരനായി നിതീഷ് കുമാർ റെഡ്ഡിയെ വളർത്താൻ സെലക്ടർമാർ ശ്രമിക്കുന്നുണ്ട്. 2027 ഏകദിന ലോകകപ്പ് പദ്ധതികളിൽ ഹാർദിക്കിന്റെ സ്ഥാനം ഇപ്പോൾ മുൻഗണനയില്ല എന്ന് BCCI വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കരിയർ വീണ്ടെടുക്കാൻ ഹാർദിക്കിന് ഒരു പുതിയ തുടക്കം അത്യാവശ്യമാണ്. CSK CEO കാശി വിശ്വനാഥനും മുംബൈ വക്താക്കളും നിലവിൽ ഈ വാർത്തകൾ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ ട്രേഡ് നടക്കാനുള്ള സാധ്യതകൾ സജീവമാണ്. പതിറ്റാണ്ടിലേറെയായി കൂടെയുള്ള സ്റ്റീഫൻ ഫ്ലെമിംഗ് പോയതോടെ ചെന്നൈ മുഖം മിനുക്കാൻ ശ്രമിക്കുകയാണ്. മുംബൈക്ക് ഈ ടീമിൽ ഇനിയും വിശ്വാസം അർപ്പിക്കാനും വയ്യ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹാർദിക്കിനെ വാങ്ങാനുള്ള CSKയുടെ നീക്കം ശരിയാണോ? കമൻറ്റ് ചെയ്യൂ.